ബ്രഹ്മ ഫെസ്റ്റിവൽ ഒരു സംരംഭമായിരുന്നു അത്. അതിൽ സത്യത്തിൽ പല സെഷനുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ സെഷൻ എന്ന് വെച്ചാൽ വേൾഡ് ഓഫ് റീഡിംഗ്, അതായത് വായനാ ലോകം ആയിരുന്നു. അപ്പോൾ വായനാ ലോകത്തിൽ നമ്മൾ വായിച്ച സാഹിത്യം ത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നമ്മളുടെ ഇന്നത്തെ 10 മിനിറ്റുള്ള സെഷൻ. ആ സെഷനിൽ ഞങ്ങൾ 4 പേര് സംസാരിച്ചിരുന്നു. അപ്പോൾ ഏത് വായനകളാണ് നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന്, അതായത് നമ്മൾ കുട്ടിക്കാലം മുഴുവൻ വായിച്ച ലിറ്ററേച്ചറുണ്ട്. അപ്പോൾ ഏതാണ് നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ വായനയിലേക്ക് ഞാൻ പോകുമ്പോൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കൂടുതൽ പോയട്രിയാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സാഗരിക എന്നൊരു കൃതി വായിച്ചതിലൂടെയാണ് ഞാൻ സാഹിത്യത്തിലോട്ട് കൂടുതൽ കടന്നു വന്നത്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെ സാഹിത്യത്തെ ഞാൻ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഞാൻ പഠിച്ചത് കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളിലാണ്. അപ്പോൾ ആ മൗണ്ട് കാർമൽ സ്കൂളിൽ വെച്ച് ആദ്യം നടന്ന കവിതാ മത്സരത്തിൽ എനിക്ക് 1ാം സമ്മാനം കിട്ടി. അതാണ് എൻ്റെ ഒരു കവിതയിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ്. പിന്നീട് കോളേജ് തലത്തിൽ ഞാൻ എഴുതിയിരുന്നില്ല. അതിന് ശേഷമാണ് ബാംഗ്ലൂരിൽ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് പോയട്രി ബുക്ക് പബ്ലിഷ് ചെയ്തത്. അങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന കാലത്താണ് സുധാകരൻ രാമന്തളി സാർ എന്ന എഴുത്തുകാരനെ പരിചയപ്പെട്ടത്. സാറിലൂടെയാണ് ബാംഗ്ലൂർ സാഹിത്യം എനിക്ക് പരിചിതമായത്. അപ്പോൾ ഈ ബാംഗ്ലൂർ സാഹിത്യത്തിൽ ഞാൻ എത്തിയപ്പോൾ സാറിൻ്റെ കെയർ ഓഫിലാണ് ഈ ബ്രഹ്മ ഫെസ്റ്റിവൽ എനിക്ക് പങ്കെടുക്കാനായത്. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം അനേകം എഴുത്തുകാരെ പരിചയപ്പെടാനായി ഇവിടെ വന്നതിന് ശേഷം സാഹിത്യത്തിൻ്റെ വിവിധ തലങ്ങളെ കുറിച്ചറിയാനായി, അതായത് വിവർത്തന സാഹിത്യം, യാത്രാ വിവരണം, പിന്നെ കണ്ടംപററി ലിറ്ററേച്ചർ, സമകാലിക ലിറ്ററേച്ചർ. ദെൻ ഞങ്ങൾ സംസാരിച്ചത് ജനറൽ ടോപ്പിക്കായിരുന്നു, എങ്കിലും സമകാലിക പോയട്രി, പിന്നീട് ഞാൻ കുട്ടികളുടെ സാഹിത്യം, അങ്ങനെ അനേകം സെഷനുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ആ സെഷനുകളൊക്കെ എഴുത്തുകാരെ ഞങ്ങൾക്ക് വളരെ മോട്ടിവേറ്റ് ചെയ്യും. നമ്മളൊക്കെ ചിലപ്പോൾ നമ്മൾ ഡിപ്രഷനിലൂടെ കടന്നു പോകും. എഴുത്ത് ലോകത്ത് അത് സാധാരണമാണ്. അപ്പോൾ നമ്മൾക്ക് ഈ വായന തരുന്ന അനുഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതുന്നില്ല എന്ന് വെച്ചിരിക്കുമ്പോഴായിരിക്കും ഒരു വായനക്കാരൻ നമ്മളെ വിളിക്കുന്നത്. നമ്മളെ ഫോൺ വിളിച്ച് നമ്മുടെ ഒരു കൃതിയെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അതൊരു മോട്ടിവേഷനാണ്. പിന്നെ നമ്മൾ ലോകസാഹിത്യത്തെ പറ്റി പറയുമ്പോൾ അത് വൽഗഹനമായ സാഹിത്യമാണ്. അത് ഇൻറ്റൻസ്, അതായത് വായന തന്നെ 2 തരമുണ്ട്. ലളിതമായ വായന ഞാനിതവിടെ പറഞ്ഞതാണെന്ന്, ഇൻറ്റൻസ് ലിറ്ററേച്ചർ ആൻഡ് ലൈറ്റ് ലിറ്ററേച്ചർ. അപ്പോൾ ലൈറ്റ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകാവുന്ന സാഹിത്യം. ഇൻറ്റൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഗഹനമായ സാഹിത്യമാണ്. അത് ഇതിഹാസങ്ങളിലൂടെയാണ് വരുന്നത്. നമ്മൾ ഹോമർ, ഒഡിസി, ഇതൊക്കെ ഇതിഹാസ കൃതികളാണ്. പിന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ ഇതിഹാസങ്ങളുണ്ട്, മഹാപുരാണങ്ങൾ, അതായത് മഹാഭാരതം, രാമായണം, അങ്ങനെയുള്ള കൃതികളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ വായനയുടെ ആദ്യ തലങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് കടന്നു വന്ന് നമ്മൾ കൂടുതൽ ക്ലാസിക് ലിറ്ററേച്ചറിലേക്ക് നമ്മൾ കടക്കും. അതായത് ഏകാന്തതയുടെ 100 വർഷങ്ങൾ മാർക്കസിൻ്റെ കൃതി. പിന്നീട് നമ്മൾ ലെസ് മിസറബിൾ, അതാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് മലയാളത്തിലെ പഴക്കമേറിയ തർജ്ജിമ, ലെസ് മിസറബിൾ എന്ന വിക്ടർ ഹ്യൂഗോയുടെ ഫ്രഞ്ച് സാഹിത്യത്തെ പറ്റിയുള്ള ആ കൃതി. അത് നമ്മുടെ മലയാളികൾ കൈക്കൊണ്ടു. അങ്ങനെ വിശ്വസാഹിത്യത്തിലേക്ക് നമ്മുടെ കേരളത്തിന് നല്ലൊരു പാതയായിരുന്നു ഈ വിവർത്തനങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനായി. പിന്നെ എൻ്റെ കവിത എന്ന് പറയുന്നത്, ഞാൻ 10 പോയട്രി ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, കവിതാ സമാഹാരങ്ങൾ. എൻ്റെ ലിറ്ററേച്ചർ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായി. ആ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും എഴുതിയത് ബാംഗ്ലൂരിൽ വന്നതിന് ശേഷമാണ്. അങ്ങനെ എനിക്ക് എഴുതിയ സമാഹാരത്തിന് ആദ്യമായി എനിക്ക് ONV സാറിൻ്റെ അവതാരിക കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നീട് സുഗതകുമാരി ടീച്ചർ, അങ്ങനെ മഹാകവി അക്കിത്തം, സച്ചിമാഷ, അങ്ങനെ അനേകം പ്രഗത്ഭരായ കവികളെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം എഴുത്തിലൂടെ എനിക്ക് സാധിച്ചു. അങ്ങനെ വളരെ ഒരു നല്ല അനുഭവമാണ് സാഹിത്യലോകം. അക്ഷരങ്ങളെ ഉപാസിച്ചതിന്, അക്ഷരങ്ങൾ ഏകിയ, കവിത ഏകിയ, അല്ലെ ലിറ്ററേച്ചർ നമുക്ക് തിരിച്ചു തരുന്ന സന്തോഷങ്ങളാണ് ഇതെല്ലാം. എഴുത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. നമ്മൾ ഒരു മഹാസമുദ്രത്തിലേക്ക്, മഹാപ്രപഞ്ചത്തിലേക്ക് സഞ്ചരിച്ച് അവിടെ നിന്ന് നമ്മൾ ഒരു നിമിഷം, ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടറാണ് നമ്മൾക്ക് അറിവുള്ളത്. അതാണ് എനിക്ക് സാഹിത്യത്തിനെ പറ്റി പറയാനുള്ളത്. നമ്മളെ കൂടുതൽ വിനയാന്വിതരാക്കും. നമ്മുടെ അഹമെന്ന ഭാവം, അതായത് ഞാനെന്ന ഈഗോ, അതൊക്കെ കുറയ്ക്കാൻ സാധിക്കും ഈ ലിറ്ററേച്ചറിലൂടെ. നമ്മുടെ ഒരു ഭാരത ദർശനത്തെ പറ്റി ഞാൻ പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ, അയം നിജ പരബ്രഹ്മ ഗണനാലകുച്ഛേദസ ഉദാരചരിതാന, അതായത് നമ്മൾ എൻ്റെ നിൻ്റെ എന്നുള്ളൊരു ഭാവത്തിൽ നിന്നും ലോകത്തിൻ്റെ ഒരു ക്യാൻവാസിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് വായനയിലൂടെയാണ്. അപ്പോൾ ഈ വായന തന്ന അനുഭവങ്ങളും ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു എക്സ്പീരിയൻസും
വളരെ വളരെ മൂല്യവത്താണ്. ഇതൊരു വളരെ ഹൃദയത്തിൽ നമ്മൾക്ക് സൂക്ഷിക്കാൻ അനേകം ആ, അനുഭവങ്ങൾ ഈ ലിറ്ററേച്ചറിൽ നിന്നുണ്ടായിട്ടുണ്ട്. there are a lot of ഒരുപാട് എഴുത്തുകാരുണ്ട്. സത്യത്തിൽ ഞാൻ പറയുന്നത് ഈ കന്നഡയിൽ തന്നെ കന്നഡയുടെ സാഹിത്യത്തെപ്പറ്റി ഞങ്ങൾ അറിയാനായത് വിവർത്തനത്തിലൂടെയാണ്, വിവർത്തനം ചെയ്ത് കിട്ടിയ പുസ്തകത്തിലൂടെയാണ്. ഇവിടെ സാഹിത്യത്തിൻ്റെ വളരെ വിശാലമായൊരു ക്യാൻവാസ് ഉണ്ട്. അതായത് ഞാൻ വായിച്ച ഒരു കൃതി എസ് എൽ ഭൈരപ്പയുടെ ജ്ഞാനപീഠ ജേതാവാണ് അതിക്രമണ എന്നൊരു നോവൽ. ആ നോവൽ ഒരു ബൃഹത് നോവലാണ്. അത് സത്യത്തിൽ ഒരു മാജിക്കൽ റിയലിസം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് മാർക്കസിനെ പറ്റി. പക്ഷേ അതേപോലെ മാജിക്കൽ റിയലിസം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ള ഒരു എഴുത്തുകാരൻ നമ്മുടെ കർണാടകയിൽ തന്നെയുണ്ട്, ചന്ദ്രശേഖര കമ്പാർ. അദ്ദേഹം എഴുതിയ ശിഖര സൂര്യൻ എന്നൊരു കൃതിയുണ്ട്. അതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മാജിക്കൽ റിയലിസം നമ്മുടെ ഇന്ത്യയിൽ എഴുത്തുകാർക്ക് കൂടി അറിയാം. പക്ഷേ അത് നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലോട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ലോക സാഹിത്യത്തിലോട്ട് കടക്കാത്തത് കൊണ്ടാവാം അത് ലോകം അറിയാത്തത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മലയാളം ലിറ്ററേച്ചറിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മലയാളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ ജനവിഭാഗവും വായനയെ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് വായിക്കാത്തവരാരും ഇല്ല. അതേപോലെയുള്ള സംസ്കാരം ഉള്ളത് ബംഗാളിലാണ്. അതായത് ബംഗാളികളും മലയാളികളുമാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു അക്ഷരത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ അറിവ് ജ്ഞാനം കൂടുതലാണ്. നമ്മുടെ മലയാളികൾക്ക് അക്ഷരത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട്, ലിറ്ററേച്ചറിനെ ബഹുമാനിക്കുന്നതുകൊണ്ട് ചെറിയൊരു സംസ്ഥാനമാണെങ്കിൽ പോലും അവർക്ക് ലോകത്തിൽ അവരെ അടയാളപ്പെടുത്താൻ കഴിയുന്നുണ്ട്, ഇന്ത്യയിൽ അവരെ അടയാളപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അതൊരു പ്രത്യേകത നമ്മുടെ മലയാളികൾക്കുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മഹത്വമാണെന്ന് പറയാം. എല്ലാവരും നമ്മൾ പഠിക്കണം, വിദ്യാഭ്യാസം നേടണം, വായിക്കണം എന്നാഗ്രഹമുള്ളവരാണ്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻലൈറ്റൻ ക്ലാസ്സാണ് മലയാളികൾ.